മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ലോകത്തിലുണ്ടായിരുന്ന ഗുരുക്കന്മാരെല്ലാം തങ്ങളുടെ ശിഷ്യരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിച്ചപ്പോൾ യേശു മാത്രം അവരെ ശുശ്രൂഷിച്ചു. അവിടുന്ന് വന്നത് തന്നെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്ന് വ്യക്തമാക്കുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സ്വയം ജനസേവകർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അവർ ജനങ്ങളെ കൊണ്ട് തങ്ങളെ സേവ ചെയ്യിക്കുന്നതാണ് എപ്പോഴും കാണുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാത്ത ജീവിതമാണ് സമൂഹത്തിൽ കാണാനാവുന്നത്. യേശുവിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ഒരുപോലെ ആയിരുന്നു. ജനങ്ങളുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു. തൻ്റെ ശിഷ്യരോടൊപ്പം യാത്ര ചെയ്തു. അവർ കഴിച്ച അതേ ആഹാരം കഴിച്ചു. അവർക്കൊപ്പം താമസിക്കുകയും ഉറങ്ങുകയും ചെയ്തു. ശുശ്രൂഷ ചെയ്യിക്കാൻ പദവിയുള്ളവരാണ് ഗുരുക്കന്മാർ എന്നത് സാധാരണ കാര്യമായിരുന്നെങ്കിൽ, യേശുവിൻ്റെ തത്വം എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഗുരുക്കന്മാർ എന്നായിരുന്നു. തൻ്റെ ശിഷ്യരെയും അവിടുന്ന് അങ്ങനെയാണ് പഠിപ്പിച്ചത്. ശുശ്രൂഷ ചെയ്യുക എന്നതിനപ്പുറം തൻ്റെ ജീവൻ മറുവിലയായി കൊടുക്കാനാണ് അവിടുന്ന് വന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നതാവസ്ഥ സ്വജീവൻ നൽകിയതായിരുന്നു. മറ്റെല്ലാവരുടെയും മരണം പോലെ ആയിരിക്കില്ല തൻ്റേത് എന്ന് യേശു ഈ വാക്കുകളിലൂടെ മുൻകൂട്ടി പറയുക കൂടെയാണ്. തങ്ങളുടെ ആദർശങ്ങൾക്കായും പ്രസ്ഥാനങ്ങൾക്കായും അണികൾക്കായും ദേശത്തിനായുമൊക്കെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറായവരുണ്ട്. എന്നാൽ ഈ യാതൊരു ഭേദങ്ങളുമില്ലാതെ അനേകർക്കായി ജീവൻ മറുവില നൽകിയ ക്രിസ്തു കേവലം ഒരു ഭൗമിക കാര്യമായിരുന്നില്ല അവിടുന്ന് പറഞ്ഞത്. നിത്യജീവൻ ലഭിക്കേണ്ടതിന് സാക്ഷാൽ ജീവനായ ക്രിസ്തു ആ ജീവനാണ് നൽകാൻ വന്നത്. യേശുവിന് മാത്രമേ അത് കഴിയുമായിരുന്നുള്ളൂ. പാപത്തിൻ്റെ പരിഹാരമാണ് യേശുവിൻ്റെ ജീവൻ അർപ്പിച്ചതിലൂടെ സംഭവിച്ചത്. അങ്ങനെയാണ് പാപത്താൽ നഷ്ടമായ നിത്യജീവൻ മനുഷ്യന് തിരികെ ലഭിക്കാൻ അവസരമുണ്ടായത്. എനിക്കായി യേശു മറുവിലയായി എന്ന് വിശ്വസിക്കുന്നവർ അതിൻ്റെ ഫലമായ നിത്യജീവൻ സൗജന്യമായി പ്രാപിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.